Hello guys, this is the day 2 of recovering my hair. Let's go. So guys, നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം കറ്റാർവാഴ അഥവാ ആലോവേറ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇന്ന് ഈ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ സംഭവിച്ചായിരിക്കും എൻ്റെ ഹെയറിനെ ഞാൻ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്താ അല്ലേ. അപ്പോൾ കറ്റാർവാഴയുടെ മഞ്ഞക്കറയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ കറ്റാർവാഴയുടെ തൊലി അങ്ങ് പൊളിക്കുകയാണ്. ഏറ്റവും മെനക്കെട്ട പരിപാടിയാണ് അത്. എനിക്ക് ഇതിന് പോയിട്ട് ഒട്ടും ക്ഷമയില്ല ഗൈസ്. ഒരു കറ്റാർവാഴ പൊളിച്ച് മറ്റേ ജെല്ലെടുക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. എനിക്ക് ആ സാധനമേ ഇല്ല. എങ്ങനെയൊക്കെ ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, വി ആർ ഗോയിങ് ടു അപ്ലൈ ഇറ്റ്. നമ്മളിത് ജെല്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തല്ലേ, ആക്ച്വലി ഇത് മുഖത്ത് വെക്കാനും ചുണ്ടത്ത് വെക്കാനും ഭയങ്കര നല്ലതാണ്. സോ ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കാം. സോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നന്നായിട്ട് തേച്ച് നല്ല മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. സിയോ താഴെ പോയി. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ കറ്റാർവാഴ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ വിളിച്ചിട്ട് വരാം ഗായ്സ്. സക്സസ്ഫുള്ളി ഡേ 2 ഓഫ് റിക്കവറിങ് മൈ ഹെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് എത്ര ദിവസം കംപ്ലീറ്റ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ കറ്റാർവാഴ മുടിക്ക് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ബെസ്റ്റാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് സ്കിന്നിന് കുറച്ച് കഴിച്ചായിരുന്നു. ഓക്കെ, പിന്നെ ലിപ്സിനും നല്ലതെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി അധികം അറിയത്തില്ല, പക്ഷേ സ്കിന്നിന് കറ്റാർവാഴ ഭയങ്കര നല്ലതാണ്. സോ എന്താ അല്ലേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെയർ കെയറിനെ പറ്റി സജസ്റ്റ് ചെയ്യണമെങ്കിൽ സജസ്റ്റ് ചെയ്യൂ. കമൻറ്റ് ബോക്സിൽ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.